Hi, my name is Shabir Abbas from Thrissur, Kerala. I am an accountancy teacher with 13 years of teaching experience. Throughout my journey, I have successfully trained more than 1,500 students, helping them understand concepts clearly and achieve excellence in academic results. I started my teaching career at early age, in the age of 17 years. And since then, I have been passionate about guiding students and building their confidence in learning. My mission is to make learning simple, effective and inspiring for every student. This is my journey. Thank you. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ. പുതിയൊരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ പുതിയ റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ട് നമുക്ക് നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്. എയും ബിയും ബിസിനസ്സിലെ പാർട്ട്നേഴ്സ് ആണ്. അവർ ലാഭവും നഷ്ടവും പങ്കുവെക്കുന്നത് 5:3 എന്നുള്ള റേഷ്യോയിലാണ്. ദേ അഡ്മിറ്റ് സി ഇൻ ടു ദി പാർട്ണർഷിപ്പ്. അവർ സി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണറെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു ഫോർ 1/10 ഷെയർ. നമ്മൾ ബിസിനസിന്റെ പ്രോഫിറ്റിന്റെ 10 ഭാഗമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് സീനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ, പുതിയ റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ റേഷ്യോ എത്രയാണോ അത് ആദ്യം എടുത്ത് എഴുതുക. ഓൾഡ് റേഷ്യോ ഈക്വൽ ടു 5:3. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. പുതിയ പാർട്ണർ ആരാ? സി അല്ലേ? സിയുടെ റേഷ്യോ എത്രയാണ്, സിയുടെ ഷെയർ എത്രയാണോ അത് ആദ്യം രണ്ടാമത് എടുത്ത് എഴുതാം. സി ഷെയർ ഈക്വൽ ടു 1/10. മൂന്നാമത്തെ സ്റ്റെപ്പ് റിമൈനിങ് ഷെയർ എന്ന് എഴുതുക. റിമൈനിങ് ഷെയർ എന്ന് ഉദ്ദേശിക്കുന്ന പേരിൽ നിന്ന് നമുക്കറിയാം റിമൈനിങ്, ബാക്കിയുള്ളത്. നമ്മൾ പുതിയ പാർട്ണറായിട്ടുള്ള സീനെ നമ്മൾ ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് 10 ഭാഗം കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. ആ 10 ഭാഗം നമ്മൾ സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പ്രോഫിറ്റിന് എത്ര ഭാഗമുണ്ട് എന്നുള്ളതാണ് റിമൈനിങ് ഷെയർ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം കാൽക്കുലേഷൻ ആവശ്യമൊന്നുമില്ല. 10 ഭാഗം നമ്മൾ സിക്ക് കൊടുത്ത ബാക്കി 9 ഭാഗമാണുള്ളത്. സോ ദ റിമൈനിങ് ഷെയർ വിൽ ബി 9/10. Then next ratio equation എഴുതുക. ന്യൂ റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ ഇൻറ്റു റിമൈനിങ് ഷെയർ. ഓൾഡ് റേഷ്യോനെ റിമൈനിങ് ഷെയർ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ന്യൂ റേഷ്യോ ആയി. നമുക്ക് ആദ്യം എയുടെ ബിയുടെ ഓൾഡ് പാർട്ട്നേഴ്സിന് ആദ്യം കാണാം. എയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 5 ആണ്. 5/8. എങ്ങനെ 8 വന്നത്? 5 + 3 / 8. 5/8 3/8 ഇൻറ്റു റിമൈനിങ് ഷെയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 9/10 ആണ് കണ്ടുപിടിച്ചു. 9/10 9/10. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് മേലത്തതും അടുത്തതും മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 1 5 × 9 45 / 8 × 8 10 80. Then 3 × 9 27 / 8 × 10 80. ഇത് നമുക്ക് ആദ്യം മാത്രം കണ്ടുപിടിക്കാറുള്ളൂ. സിയുടെ മാത്രം കണ്ടുപിടിക്കാറുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ന്യൂ റേഷ്യോ പ്രകാരം ടോട്ടൽ ഷെയർ 80 ആണ്. 80 ഷെയറിൽ നമ്മൾ 45 ഷെയർ നമ്മൾ എക്ക് കൊടുത്തു, പ്ലസ് 27 ഷെയർ നമ്മൾ ആർക്കും കൊടുത്തു, നമ്മുടെ ബിക്ക് കൊടുത്തു. ടോട്ടല് 72 ഷെയർ 2 പേർക്ക് നമ്മൾ കൊടുത്തു. ഇനി 80 ബാക്കി എത്ര ഉണ്ടാവും? 8 ഷെയറുകളാണ് ബാക്കി ഉണ്ടാവുക. 8 ഷെയർ മാത്രം സി മാത്രമേ ഉള്ളൂ. അത് സിക്കുള്ളതാണ്. റേഷ്യോ ഈക്വൽ ടു 45:27:8. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗമാണ് ബാങ്ക് ഡീറ്റെയിൽസ് ഇത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി 2 ബുക്കുകൾ നമ്മൾ ക്യാഷ് ബുക്ക്, പാസ്ബുക്ക്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് പ്രിപ്പയർഡ് ബൈ ബിസിനസ്മാൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. പാസ്ബുക്ക് എന്ന് പറയുന്നത് ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇവിടെ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസിന്റെ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. പാസ്ബുക്ക് എന്താവുള്ളൂ? നമ്മുടെ ബാങ്ക് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടിനും ബാലൻസ് ആണ്. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും അതുപോലെ തന്നെ പാസ്ബുക്ക് ബാങ്ക് ബാലൻസ് തമ്മിൽ ചില സമയങ്ങളിൽ ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? BRS ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്.